ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കും നമ്മുടെ സച്ചി കാശ് കൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ പോലീസുകാരന്. അങ്ങനെ പോലീസുകാരൻ ചോദിച്ചു, അല്ല പറഞ്ഞ തുക തന്നെ ഉണ്ടോ എന്ന് ചോദിച്ചു. അതെ ഉണ്ടെന്ന് പറഞ്ഞു. സാറേ, കാറിൻ്റെ കീ തന്നോട് വെപ്രാളപ്പെടാതെ എന്ന് ഞാൻ പറഞ്ഞില്ലേ, കീ തരാന്നേ എന്ന് പറഞ്ഞുകൊണ്ട് കീ അങ്ങോട്ട് എടുത്തു കൊടുത്തു. ആ കീ എടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചിയുടെ മനസ്സിലെ സന്തോഷം കാണണം കേട്ടോ. അങ്ങനെ കീ മേടിച്ചിട്ട് നമ്മുടെ സച്ചി രേവതിനെ ഒന്ന് നോക്കിയിട്ട് ചിരിച്ചു കേട്ടോ. എന്നിട്ട് താക്കോല് തന്നെ നോക്കി. എന്നിട്ട് നമ്മുടെ സച്ചി പറഞ്ഞു, അതെ ഇനി കേസൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ സാറേ എന്ന് പറഞ്ഞപ്പം, ഹേയ് ഇനിയിപ്പോൾ കേസൊന്നും ഉണ്ടാവില്ല. അതെ വേറൊന്നുമല്ല, എൻ്റെ അച്ഛമ്മ വയസ്സാം കാലത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയായത്, അതുകൊണ്ടാണ് ചോദിച്ചത്. അതെ വേറെ കേസൊന്നും ഉണ്ടാവില്ല, പക്ഷേ നിൻ്റെ കയ്യിലിരിപ്പ് അത് ശരിയല്ല, അത് നന്നാക്കാൻ നോക്കണം. ഇനി എന്തെങ്കിലും കേസ് ഉണ്ടായാലുണ്ടല്ലോ നിന്നെ പിടിച്ച് അകത്തിടും, അതും കൊണ്ട് മര്യാദയ്ക്ക് നടന്നോണം എന്നിങ്ങനെ പറഞ്ഞിട്ട് പോലീസുകാരൻ അങ്ങ് പോയി കേട്ടോ. ഏതായാലും സച്ചിക്ക് വലിയ സന്തോഷമായി. സച്ചി അങ്ങോട്ടേക്ക് കാറിൻ്റെ അടുത്തേക്ക് പോയി. അങ്ങനെ ആ ഒരു വനിതാ പോലീസ് അവിടെ വന്നു കേട്ടോ. അതായത് ഇവർ ചെറുതായിട്ട് സഹായിച്ച വനിതാ പോലീസ് ഉണ്ടല്ലോ. അപ്പം നമ്മുടെ രേവതി പറഞ്ഞു, മേഡം ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും, സാരമില്ല പോട്ടെ. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, കാശ് കൊടുത്തെന്ന് ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. കാരണം കാശ് കൊടുത്തില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഒരുപാട് അലയേണ്ട വന്നേനേന്ന് പറഞ്ഞപ്പം, അറിയാം മേഡം, അത് സാരമില്ല മേഡം, ഞങ്ങൾക്ക് വണ്ടി തിരിച്ചു കിട്ടിയല്ലോ, അത് മേഡം കാരണം കൂടെയാന്ന് പറഞ്ഞിട്ട് ഒരു നന്ദിയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രേവതി അങ്ങ് പോയി. അങ്ങനെ വണ്ടിയുടെ അടുത്ത് പോയിട്ട് നമ്മുടെ സച്ചി ഡോറൊക്കെ തുറന്നു. പതിയെ ഡോറൊക്കെ തുറന്ന് അകത്ത് കയറിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. പക്ഷേ വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. ആദ്യം ഒന്ന് അമ്പരന്നു, കാരണം പെട്ടെന്നൊന്ന് അമ്പരന്ന് പോകുമല്ലോ. ഒന്നും കൂടെ ശ്രമിച്ചു, സ്റ്റാർട്ടാവുന്നില്ല. വല്ലാതെ അങ്ങ് പേടിച്ചിരിക്കുകയാണ് നമ്മുടെ സച്ചി. വണ്ടിക്ക് എന്ത് പറ്റിയെന്ന് സച്ചിക്ക് അറിയില്ലല്ലോ. ഏതായാലും മറ്റേ SI ഇതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. കാരണം അവന്മാരെന്തോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടാകാത്തത്. അങ്ങനെ നമ്മുടെ രേവതി പറഞ്ഞു, ഇതെന്താ സ്റ്റാർട്ടാകാത്തതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും സച്ചി ഒന്ന് ഇറങ്ങിയിട്ട് ബോണറ്റ് ഒന്ന് പൊക്കി നോക്കുകയാണ് കേട്ടോ. ബോണറ്റൊക്കെ ഒന്ന് പൊക്കി നോക്കിയപ്പോഴത്തേക്കും സച്ചിക്ക് കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പിടികിട്ടുന്നില്ല, എന്താ സംഭവിച്ചതെന്ന് അറിയില്ലല്ലോ. കാരണം മെക്കാനികൾക്കല്ലേ അറിയത്തുള്ളൂ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ. അപ്പം ബോണറ്റൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതിയോട് പറഞ്ഞു, എന്താ പറ്റിയതെന്ന് അറിയത്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും, അല്ല ഒരു കുഴപ്പമില്ലായിരുന്ന വണ്ടിയല്ലായിരുന്നു എന്ന് ചോദിച്ചപ്പം, അതെ ഒരു കുഴപ്പമില്ലായിരുന്നു എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, എങ്കിൽ പിന്നെ പരിചയമുള്ള ഏതെങ്കിലും മെക്കാനിക്കിനെ വിളിച്ചുകൊണ്ട് വാ, ഒന്ന് വിളിച്ചു നോക്ക്, അങ്ങനെ വിളിച്ചു നോക്കിയിട്ട് നമുക്ക് എടുത്തോണ്ട് പോകാമല്ലോ എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ ഏതായാലും അവരൊരു മെക്കാനിക്കിനെ വിളിക്കുന്നു. ആ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ SI ആണെങ്കിൽ ആ കോൺസ്റ്റബിളിൻ്റെ അടുത്ത് ചെന്നിട്ട്, കാറ് അനങ്ങുന്നില്ല. എങ്ങനെ കാർ അനങ്ങും, എങ്ങനെ അനങ്ങാനാ, അതിനുള്ള വേലയല്ലേ ഞാൻ ഒപ്പിച്ചു വെച്ചിരിക്കുന്നത്. അവൻ പഠിക്കണം, അവനൊരു പാഠം പഠിക്കണം. അവൻ എന്നെ തല്ലിയവനാ, അവൻ ആ വണ്ടിയും കൊണ്ട് ഇനി ജീവിക്കുന്നത് എനിക്കൊന്ന് കാണണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഏതായാലും മെക്കാനിക്ക് വന്ന് ബോണറ്റൊക്കെ പൊക്കി നോക്കാൻ തുടങ്ങി. അങ്ങനെ അവിടെ ഇവിടെയൊക്കെ പരിശോധിച്ച് നോക്കി, വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയണമല്ലോ. അങ്ങനെ പരിശോധിച്ച് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും മെക്കാനിക്ക് പറഞ്ഞു, ഇതിപ്പം ഇത് വലിയ പ്രശ്നമെന്ന് പറഞ്ഞു. അല്ല എന്താ പറ്റിയത്? അത് കാറ് പോലീസ് സ്റ്റേഷനിലായിരുന്നോ? അതെ, കാറിനകത്ത് കഞ്ചാവ് കടത്താൻ വേണ്ടി 2 പേര് ശ്രമിച്ചായിരുന്നു. എൻ്റെ കയ്യിലല്ലായിരുന്നു, മഹേഷിൻ്റെ കയ്യിലായിരുന്നു. ഏതായാലും എൻജിൻ്റെ കണ്ടീഷൻ വളരെ മോശമാണ് സച്ചി. ഇത് മൊത്തം ഡാമേജ് ആക്കി വെച്ചിരിക്കുക. ഇത് കരുതി കൂട്ടി ചെയ്തതാണെന്നാണ് തോന്നുന്നത്. കാറ് പോലീസ് സ്റ്റേഷനിലായിരുന്നു എന്നല്ലേ പറഞ്ഞത്, ഇത് അവർ ചെയ്ത പണി തന്നെ ആയിരിക്കും. സാധ്യതയുണ്ട്. അതെ, ഏട്ടൻ SIനെ തല്ലിയിരുന്നു എന്നിങ്ങനെ ശ്രീകാന്ത് പറഞ്ഞപ്പോഴത്തേക്കും, അന്നും പറഞ്ഞുകൊണ്ട് അവർ കാറ് തൊടുകയാണോ, അവരെന്താ കളിക്കുകയാണോ, വിടില്ല ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങിയിട്ടോ പോലീസ് സ്റ്റേഷനിലേക്ക്. അപ്പോൾ രേവതി പറഞ്ഞു, ഹേയ് വേണ്ട, ഇപ്പോൾ പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ ശ്രീകാന്തും പറഞ്ഞു, എൻ്റെ പൊന്നേട്ടാ, ഒരു കേസിൽ 100 വന്നോളൂ, ഇനി പോയി അടുത്ത പ്രശ്നം ഉണ്ടാക്കരുതേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, വേണ്ട, എനിക്ക് ചോദിച്ചിട്ട് പറ്റൂ, എൻ്റെ വണ്ടി കാണിച്ചു വെച്ചിരിക്കുന്നത് കണ്ടില്ലേ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ മെക്കാനിക്കൽ പറഞ്ഞു, എൻ്റെ പൊന്നു സച്ചി, നീ അടങ്ങ്, മണ്ടത്തരം കാണിക്കാതെ ഇരിക്കുക. നീ ചോദിക്കാൻ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നിന്നെ പിടിച്ച് അകത്തിടും വീണ്ടും.
അകത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അവർ ചെയ്ത വല്ല തെളിവും നിൻ്റെ കയ്യിലുണ്ടോ? ഇല്ലല്ലോ. തെളിവുണ്ടെങ്കിൽ തന്നെ ഇതൊന്നും നടപടിയുള്ള കേസല്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ, വെറുതെ ആ കേസിന് പോകണ്ട എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതെന്ത് ന്യായം ഇത്? പറ്റില്ല, എനിക്ക് എൻ്റെ വണ്ടി നന്നാക്കി തന്നേ പറ്റൂ അവർ എന്ന് പറഞ്ഞപ്പം എൻ്റെ പൊന്നടാ, നീ അതൊക്കെ വിടറാ. നീ ഒരു കാര്യം ചെയ്യുക, നീ ഈ വണ്ടി ഒന്ന് വർക്ക്ഷോപ്പിലേക്ക് എത്തിച്ച് താ, ഞാൻ നന്നാക്കി തരാം. പിന്നെ ഒരു ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചിക്ക് അങ്ങോട്ട് കാലി സഹിക്കാൻ പറ്റുന്നില്ല. രേവതി ഒരു വിധത്തിൽ സച്ചിനെ അടക്കി പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ, ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എൻ്റെ ഈശ്വര. ഏതായാലും വണ്ടി വർക്ക്ഷോപ്പിൽ എത്തിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നും പറഞ്ഞ് ഏതായാലും എല്ലാവരും കൂടെ ചേർന്ന് വണ്ടി തള്ളാൻ തുടങ്ങി. തള്ളിയല്ലേ വണ്ടി വർക്ക്ഷോപ്പിൽ എത്തിക്കാൻ പറ്റത്തുള്ളൂ, അല്ലാതെ വേറൊരു നിവൃത്തിയില്ലല്ലോ. ഈ കെട്ടി വലിച്ചോണ്ടൊക്കെ പോവുകയൊക്കെ ചെയ്യും സാധാരണ, പക്ഷേ എന്തോ രാത്രിയാണല്ലോ, അതുകൊണ്ടാണെന്ന് തോന്നും. അങ്ങനെ ശ്രീകാന്ത് പറഞ്ഞു, ഇത് ഏട്ടൻ്റെ തലയിലെഴുത്ത്, അല്ലാതെ ഇപ്പം എന്താ പറയുക, അല്ലാതെ ഇനിയിപ്പം ഏട്ടൻ്റെ ഭാര്യയ്ക്കും ഇതിൻ്റെ കൂടെ നിന്നല്ലേ പറ്റൂ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചു പറഞ്ഞു, എന്തിനാടി നീ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു നമ്മുടെ ദേവുവിനോട്. അപ്പം പറഞ്ഞു, പിന്നെ എൻ്റെ ചേച്ചിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ചേച്ചിയുടെ കൂടെ നിൽക്കണ്ടേ? ഏതായാലും കൊള്ളാം. ഏതായാലും നീ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ പുറകിൽ നിന്നാൽ മതി, ഞാനും ശ്രീകാന്തും കൂടി ഇത് കൊണ്ടു കൊടുത്തോളാം എന്ന് പറയുമ്പോൾ രേവതി പറഞ്ഞു, അതൊന്നും വേണ്ട, ഞങ്ങൾ കൂടെ കൂടിക്കോളാം, അതിന് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പം, അല്ല നീ എന്തിനാ നാട്ടിലേക്ക് ഇപ്പം വന്നത്? നിനക്ക് അവിടെ കഴിഞ്ഞാൽ പോരായിരുന്നോ? നിങ്ങളിവിടെ നിൽക്കുമ്പോൾ ഞാനിങ്ങനെ മനസ്സമാധാനമായിട്ട് നാട്ടിൽ നിൽക്കും, അതുകൊണ്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, അതെ, ഏട്ടനൊന്നും അറിയില്ല. കാരണം എന്താണെന്നറിയാമോ, ഏടത്തി നന്നായിട്ട് പേടിച്ചായിരുന്നു. ഏടത്തി ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഉണ്ടല്ലോ, ഇപ്പം സച്ചിയേട്ടൻ ഇവിടെ നിൽക്കില്ല. കാരണം ആ മേടത്തിൻ്റെ കൈയും കാലും പിടിച്ച് ഇപ്പം സച്ചിയേട്ടൻ ഇവിടെ രക്ഷിച്ചു കൊണ്ട് നിർത്തിയേക്കുന്നതേ ഈ നിൽക്കുന്ന ഏടത്ത് തന്നെയാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ സച്ചി ചോദിച്ചു, അല്ല നീ വല്ലതും കഴിച്ചായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ഒന്നും മിണ്ടിയില്ല. അപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, ഏട്ടത്തി ഒന്നും കഴിച്ചില്ല ഏട്ടാന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ സച്ചിക്കൊരു ചെറിയ വിഷമം വന്നു കേട്ടോ. പെട്ടെന്ന് വണ്ടി അങ്ങ് നിർത്തിയിട്ട് നമ്മുടെ സച്ചി രേവതിനെ ഒന്ന് നോക്കി. അപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, ഞാൻ കഴിക്കാൻ പറഞ്ഞതാ, ഏട്ടനെ പുറത്തിറക്കാതെ ഒന്നും കഴിക്കില്ല എന്നാണ് പറഞ്ഞത്, അതുകൊണ്ടാ ഇങ്ങനെ നടക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് സച്ചി ചോദിച്ചു, അല്ല വിശക്കുന്നില്ലേ നിനക്കെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അത് പിന്നെ നിങ്ങളൊന്നും കഴിച്ചില്ലല്ലോ, അപ്പം പിന്നെ ഞാൻ എന്ത് കഴിക്കാനാ എന്ന് പറഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു, നീ ഇനി തള്ളണ്ട, നിനക്ക് നല്ല ക്ഷീണമുണ്ട്, അതുകൊണ്ട് നീ നടന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും സാരമില്ല, പൂ കെട്ടുന്നവളാണല്ലോ, ശരീരം വേദനിക്കും, അങ്ങനെ ഒന്നും കരുതേണ്ട കാര്യമില്ല. ഭർത്താവിനൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ സ്നേഹമുള്ള ഭാര്യമാർ മറ്റെല്ലാം മറന്ന് കൂടെ നിൽക്കും, അതങ്ങനെയാണ്. അതുകൊണ്ട് എനിക്കിപ്പം വിശപ്പും ദാഹവും ഒന്നുമില്ല, നിങ്ങൾ പുറത്തിറങ്ങിയ സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സച്ചിയുടെ മനസ്സിലൂടെ പൊട്ടിയിട്ടോ. കാരണം സച്ചിക്ക് എന്തോ ചെറിയ സന്തോഷമൊക്കെ തോന്നി. ഇത് കേട്ടിട്ട് രേവതിയല്ല നമ്മുടെ ദേവും ശ്രീകാന്തും കൂടെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. കാരണം വേറൊന്നുമല്ല, ഇതെങ്കിലും അവരുടെ ആ ഒരു സ്നേഹത്തിൻ്റെ വഴിത്തിരിവായിക്കോട്ടെ എന്ന് അവരും ചിന്തിച്ച് കാണും, നമ്മളെപ്പോലെ അവരും ചിന്തിക്കുമല്ലോ. അങ്ങനെ വീണ്ടും കാർ ഇങ്ങനെ തള്ളിക്കൊണ്ട് പോകാനേ തുടങ്ങി. അങ്ങനെ കാറ് തള്ളി കൊണ്ടുപോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇതേ സമയത്ത് കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രമതിനെയാണ്. അങ്ങനെ ചന്ദ്രമതി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അപ്പോൾ സുധി ചോദിച്ചു, അമ്മ എന്താ ഉറങ്ങാത്തത്? അമ്മ ഉറങ്ങുന്നില്ലേ? എങ്ങനെയാടാ ഉറങ്ങുന്നത്? എൻ്റെ 1,00,000 രൂപയല്ലേ പോയത്? എൻ്റെ പൊന്നമ്മേ, അച്ഛൻ്റെ ദേഷ്യം അമ്മ കണ്ടതല്ലേ, കാശ് കൊടുത്തില്ലെങ്കിൽ വലിയ പ്രശ്നമാകും. എൻ്റെ പൊന്നടാ, ശ്രുതിക്ക് 10 പവൻ കൊടുക്കണ്ടേ? അതിനു വേണ്ടി വെച്ച പൈസയെന്ന 1,00,000 പോയത്. അല്ലമ്മേ, ഇനി എന്ത് ചെയ്യും? ശ്രുതിക്ക് സ്വർണം കൊടുത്തല്ലേ പറ്റൂ, അതിന് ഇനിയിപ്പോൾ എന്താ മാർഗമുള്ളത് എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ചന്ദ്ര അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും നടക്കുക. ചന്ദ്രയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല കേട്ടോ. ഏതായാലും ഈ ഒരു സമയത്ത് നമ്മുടെ ശ്രീകാന്തും അതുപോലെ സച്ചിൻ രേവതിയൊക്കെ വന്നു കേട്ടോ. ഏതായാലും നമ്മുടെ ദേവു ഇല്ല കേട്ടോ, ദേവുവിനെ വീട്ടിൽ കൊണ്ടാക്കി അവർ. ഇവർ കയറി വന്നതും ചന്ദ്രയും നമ്മുടെ സുധിയും രവീന്ദ്രനും ഉണ്ട്. അങ്ങനെ രവീന്ദ്രൻ ചോദിച്ചു, അല്ല കാറ് കിട്ടിയോടാ? കിട്ടിയച്ചാ, വർക്ക്ഷോപ്പിൽ കയറ്റിയേക്കുക. അതെന്താ വർക്ക്ഷോപ്പിൽ കൊണ്ടിടാൻ മാത്രം കാറിന്? അത് കാറ് സ്റ്റാർട്ടാകുന്നില്ല, മെക്കാനിക്കിനെ വിളിച്ചു വരുത്തി തകരാറ് പരിഹരിക്കാൻ നോക്കി, പക്ഷെ നടക്കുന്നില്ല അച്ഛാ, എൻജിനൊക്കെ മൊത്തം തകരാറില്ല, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് വണ്ടിക്ക് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ രേവതി പറഞ്ഞു, അതെ, കാറ് തള്ളി അച്ഛാ വർക്ക്ഷോപ്പിൽ എത്തിച്ചത്, കരുതി കൂട്ടി ചെയ്തത് അച്ഛാ ഇത്, അതുറപ്പാ എന്ന് സച്ചിയും പറഞ്ഞു. ഏതായാലും
നമ്മുടെ സച്ചിക്ക് വലിയ വിഷമമൊക്കെ ആയിട്ടോ. അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അതെ അച്ഛാ, കാറിന് വർക്ക്ഷോപ്പിൽ നിന്ന് ഇറക്കണമെങ്കിൽ 1 ലക്ഷം രൂപ വേണം എന്നിങ്ങനെ പറഞ്ഞു. അവർക്ക് സാധനങ്ങളൊക്കെ മേടിച്ചാലല്ലേ വണ്ടി പണിയാൻ പറ്റത്തുള്ളൂ, എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ചന്ദ്ര പറഞ്ഞു അയ്യോ, ഇത്രയും കാശ് കൊടുത്ത് ആ കാറ് ശരിയാക്കാൻ ആക്രിക്കടയെ വല്ലതും കൊണ്ട് കൊടുക്കുക കാറ് എന്ന് പറയുമ്പോഴത്തേക്കും, അല്ല അമ്മയുടെ കയ്യോ കാലോ ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ ആക്രിക്കടയിലെ അമ്മേനെ കൊണ്ട് കൊടുക്കുമോ അതോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമോ എന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറഞ്ഞു അല്ല മിണ്ടാതിരിക്കും നിങ്ങൾ, ഇപ്പം ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ നോക്കാം. അല്ല ഇനിയിപ്പം എത്ര ദിവസം വേണ്ടി വരും കാറ് ശരിയാക്കി എടുക്കണമെങ്കിൽ? അത് ചിലപ്പം 1-2 ആഴ്ച വേണമായിരിക്കും, ചിലപ്പോൾ 1 മാസം വരെ പോവും. അതുമല്ല കാറിൻ്റെ ലോണ് പിന്നെ CC ചിട്ടി എല്ലാം മുടങ്ങുന്ന എനിക്ക് തോന്നുന്നത്. അപ്പോൾ രേവതി പറഞ്ഞു നാളെ രാവിലെ 1 ലക്ഷം രൂപ നൽകണോ അച്ഛാ? ഒരു വഴിയും കാണുന്നില്ലല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? വൈകുന്തോറും കാർ അവിടെ തന്നെയല്ലേ കിടക്കത്തുള്ളൂ. അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു കാശിപ്പം എങ്ങനെ ഉണ്ടാക്കുക? ഇപ്പം അതിനെന്താ ഒരു വഴിയുള്ളത്? ചിന്തിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ അങ്ങ് എന്നിങ്ങനെ പറഞ്ഞു. ഏതായാലും നമ്മുടെ ചന്ദ്രനെ നോക്കിയിട്ടോ രവീന്ദ്രൻ. അപ്പം ചന്ദ്ര പറഞ്ഞു അതെ എന്നെ നോക്കണ്ട, എൻ്റെ കയ്യിലുള്ളത് ഇവൻ്റെ കല്യാണം നടത്താനുള്ള പൈസയാണ്, അതുകൊണ്ട് എന്നെ ഒന്നും നോക്കണ്ട എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സച്ചു പറഞ്ഞു എനിക്ക് ആരുടെയും പൈസ വേണ്ട അച്ഛാ, ഞാൻ നമ്മുടെ വണ്ടിയുടെ ബുക്ക് വെച്ചിട്ട് എൻ്റെ ബൈക്കിൻ്റെ ബുക്ക് വെച്ചിട്ട് പൈസ മേടിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു അതെങ്ങനെയാടാ ശരിയാവുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ചന്ദ്ര പറഞ്ഞു രാശിയില്ലാത്തവളല്ലേ കൂടെ ഉള്ളത്, പിന്നെ എങ്ങനെ ശരിയാകും എന്നിങ്ങനെ മനസ്സിലല്ല പതുക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്ക് ചന്ദ്രയോട് ചോദിച്ചു രവീന്ദ്രൻ നീ എന്താണ് പറഞ്ഞത്, നീ എന്താ പുറകുറക്കുന്നത്? ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു സച്ചി RCയുടെ ബുക്ക് വെച്ചാൽ ശരിയാവില്ല, അത് വെച്ചാൽ നീ ഉദ്ദേശിച്ച പൈസയൊന്നും കിട്ടില്ലല്ലോ. ഏതായാലും നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കേ വീടിൻ്റെ ആധാരം പടയം വെച്ചിട്ട് 1 ലക്ഷം രൂപ എടുക്കാം. 1 ലക്ഷം രൂപയല്ലേ, അത് പെട്ടെന്ന് നമുക്ക് തിരിച്ചു എടുക്കാമല്ലോ. ഏതായാലും ഞാൻ പ്രമാണം പണയം വെച്ച് നിനക്ക് പൈസ തരാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര ഞെട്ടിപ്പോയി. ചന്ദ്ര പറഞ്ഞു അയ്യോ അതൊന്നും ശരിയാവില്ല, എന്തിനാ ബൈക്ക് വെച്ച് അവൻ പൈസ മേടിക്കാമെന്ന് പറഞ്ഞതല്ലേ, പിന്നെ അതൊന്നും ശരിയാവില്ല. അതെ എൻ്റെ പൊന്നു ചന്ദ്രേ, RC ബുക്ക് പണയം വെച്ചാലൊന്നും വേണ്ടത്ര പൈസ കിട്ടാൻ പോകുന്നില്ല. ഏതായാലും ഈ ആധാരം പണയപ്പെടുത്താന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയ്ക്ക് നല്ലതൊന്നും അല്ലെന്ന് എനിക്കറിയാം, പക്ഷേ അത് പണയപ്പെടുത്താതെ നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സുധി പറഞ്ഞു അച്ഛാ അത് ശരിയാണോ അച്ഛാ ഈ പ്രമാണമൊക്കെ കൊണ്ട് പണയം വെച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സച്ചു പറഞ്ഞു എടാ സുധി നീ മിണ്ടാതിരുന്നോണം, നിനക്ക് എന്താണ് അവകാശം ഇത് പറയാനോ? ഉള്ള പൈസ എല്ലാം കൊണ്ട് കളഞ്ഞിട്ട് നിനക്ക് കിടന്ന് ചരച്ചാൽ മതിയല്ലോ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ സച്ചു പറഞ്ഞു അച്ഛാ പ്രമാണം പണയപ്പെടുത്തുന്നത് തന്നെയാണ് നല്ലത്, 1 ലക്ഷം രൂപയല്ലേ, അത് നമുക്ക് പെട്ടെന്ന് അടച്ചിട്ട് പ്രമാണം തിരിച്ചെടുക്കാം, പൈസ എപ്പോൾ കിട്ടും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എങ്കിൽ പിന്നെ ഞാൻ പോയി പ്രമാണം എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് നമ്മുടെ രവീന്ദ്രൻ പ്രമാണം എടുക്കാൻ പോയപ്പോഴത്തേക്കും ചന്ദ്ര അവിടെ നിൽക്കുക, പ്രമാണം എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല, ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല, അതിൽ കൈ വെക്കാനേ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു എങ്കിൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യാൻ നിൻ്റെ കയ്യിലിരിക്കുന്ന പൈസ എടുത്ത് കൊടുക്കുക. അതൊന്നും പറ്റില്ല, എങ്കിൽ പിന്നെ പ്രമാണം കൊണ്ട് പണയം വെച്ചോളാം ഞാൻ, മാറി നിൽക്കി ചന്ദ്ര അങ്ങ്, ഈ വീട് എൻ്റെ പേരിലും കൂടെ ഉള്ളതാ എന്ന് പറഞ്ഞ് നമ്മുടെ രവീന്ദ്രൻ അങ്ങ് പോയി കേട്ടോ. രവീന്ദ്രൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഈശ്വര അവിടെ പ്രമാണം കാണില്ല, അയ്യോ എവിടെ പോയി എന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ എവിടെ പോയെന്ന് തിരക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈശ്വര അതറിയും, എല്ലാം അറിയും, പിന്നെ ഞാനത് പണയം വെച്ചെന്നറിയും. അത് ചന്ദ്രേട്ടാ രവിയേട്ടാ അവിടെ നിൽക്കുക, ആധാരം പണയപ്പെടുത്തണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ, എൻ്റെ വാക്കിന് ഒരു വിലയുമില്ല അല്ലേ എൻ്റെ പൊന്നു ചന്ദ്രൻ, ഞാൻ നിനക്ക് എന്താ ഇനിയിപ്പോൾ ചെയ്യേണ്ടത് പറഞ്ഞല്ലോ ഞാൻ, കാറില്ലെങ്കിൽ അവനിപ്പോൾ എന്താ ചെയ്യുക, അതുകൊണ്ട് ഇതേ ഒരു വഴിയുള്ളൂ. അയ്യോ വേണ്ട രവിയേട്ടാ, അവന് കാർ റിപ്പയർ ചെയ്യാൻ വേണ്ടി പണം കൊടുക്കണം, അതല്ലേ ഉള്ളൂ, അതിന് ഞാൻ തരാം, അമ്മ തന്ന കാശിൽ നിന്ന് 1 ലക്ഷം രൂപ തരാം, അതുപോരെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു ഓഹോ അപ്പം അറിയാം, എങ്കിൽ പിന്നെ നീ കാശെടുത്തോണ്ട് ഹോളിലേക്ക് വാ, രേവതിയുടെയും സച്ചിയുടെയും അടുത്തേക്ക് വാ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ ശ്രീകാന്ത് ഇതെന്തു പറ്റി അമ്മയ്ക്ക് പെട്ടെന്നൊരു മനംമാറ്റം, അതെന്താ കാശ് തരാൻ അമ്മ സമ്മതിച്ചത്? ആർക്കറിയാം, അവളുടെ സ്വഭാവമല്ലേ, നമുക്ക് വല്ലതും അറിയാൻ പറ്റുന്ന കേസാണോ എന്ന് ചോദിച്ചു. ഏതായാലും മനസ്സോടെ നമ്മുടെ ചന്ദ്ര പോയി 1 ലക്ഷം രൂപ എടുത്തോണ്ട് വരിക. അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു നീ അത് രേവതിയുടെ കൈ കൊടുക്കാൻ പറഞ്ഞു. രേവതിക്ക് അത് മേടിക്കാൻ ഒരു മടി. അപ്പോൾ സച്ചു പറഞ്ഞു നീ എന്തിനാടി ആ പൈസ മേടിക്കാൻ മടിക്കുന്നത്, നീ മടിക്കുമൊന്നും വേണ്ട, കാരണമേ ഇതെൻ്റെ അച്ഛമ്മയുടെ പൈസയാണ്, മര്യാദയ്ക്ക് മേടിച്ചോളാൻ പറഞ്ഞു, ഒരു ഇതും വേണ്ടാന്ന് പറഞ്ഞു. ഏതായാലും രേവതി മേടിച്ചപ്പോഴത്തേക്ക് രേവതിനെ വല്ലാണ്ട് അങ്ങ് നോക്കുകയാണ് കേട്ടോ.
അങ്ങനെ പൈസയായിട്ട് അങ്ങ് പോയി. പൈസയായിട്ട് രേവതിയും അതുപോലെ സച്ചി അങ്ങ് പോയി, അതുപോലെ രേവതി അങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സുധിയും പിന്നെ ചന്ദ്രയോ ഉള്ളത്. ശ്രുതി പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും അമ്മേ, കല്യാണത്തിന് എന്ത് ചെയ്യാനാ? ശ്രുതിക്ക് ഒരു 10 പവനെങ്കിലും കൊടുക്കണം, 10 പവൻ്റെ സ്വർണ്ണമെങ്കിലും കൊടുക്കണ്ടേന്ന് ചോദിച്ചപ്പോഴത്തേക്കും കൊടുക്കണം മോനെ, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ, ഇനിയിപ്പം എന്താ ഒരു വഴിയുള്ളത് എന്നൊക്കെ ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ രേവതി അതിലെ വരിക. അപ്പോഴത്തേക്കും ചന്ദ്ര ശ്രുതിയോട് പറഞ്ഞു, എങ്ങനെയാ ഇതുപോലെ എണ്ണം കെട്ടതല്ല ഇങ്ങോട്ടേക്ക് കയറി വന്നത്, കാല് കുത്തിയത്, പിന്നെ എങ്ങനെ ശരിയാകുമെന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മുടെ ചന്ദ്ര പറഞ്ഞു, കയ്യിൽ പണം നിൽക്കുന്നതേ ഇല്ല, പല വഴിക്ക് പോവുക, എന്ന് ഈ വീട്ടിൽ കാലെടുത്ത് കുത്തിയോ അന്ന് തുടങ്ങിയ കഷ്ടകാലമാണെന്ന് പറഞ്ഞു. ഏതായാലും രേവതി ഇത് കേട്ടു. പക്ഷേ കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മുടെ രേവതി അങ്ങ് പോയി കേട്ടോ, പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. അങ്ങനെ നമ്മുടെ ചന്ദ്ര മാത്രമേ ഉള്ളൂ, ശ്രുതി അങ്ങ് പോയി. ചന്ദ്ര ഇങ്ങനെ നിൽക്കുകയാണ്, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, പൈസ ഉണ്ടാക്കണമല്ലോ, 10 പവൻ കൊടുക്കണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? എന്നിട്ട് പിന്നെ മനസ്സിൽ വിചാരിക്കുക, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, പണയം വെച്ച ആ ഒരു പ്രമാണം ഉണ്ടല്ലോ, ആ ഒരു പ്രമാണത്തിൻ്റെ മേലെ കുറച്ച് പൈസയും കൂടെ എടുക്കാം, ഇല്ലെങ്കിൽ പിന്നെ ശരിയാവില്ല. ശ്രുതിക്ക് ഡ്രസ്സും മാലയൊക്കെ മേടിക്കണ്ടേ, അതിനെന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. ആ പ്രമാണത്തിൽ നിന്ന് തന്നെ ഇനി പൈസ എടുക്കാമെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിനെയാണ്. രേവതി ഇങ്ങനെ ഡ്രസ്സൊക്കെ അടുക്കി വെക്കുകയാണ് കേട്ടോ അലമാരയിൽ. അപ്പോഴത്തേക്ക് സച്ചി ചോദിച്ചു, അല്ല നീ എന്തിനാ പോലീസ് അടിച്ചപ്പം എൻ്റെ മുമ്പിലേക്ക് ചാടി വീണത്, നിനക്കെന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? പിന്നെ നിങ്ങളെ തല്ലുന്നത് സത്യമായിട്ടും കണ്ടു നിൽക്കാൻ പറ്റിയില്ല, എനിക്കത് സഹിക്കുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ പോലീസുകാരുടെ മുമ്പിൽ രണ്ടും കൽപ്പിച്ച് ചാടി വീണത്. അല്ല, ആ കുട്ടിക്ക് സഹായിക്കാൻ തോന്നിയത് കൊണ്ട് രക്ഷപ്പെട്ടു, ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളിപ്പം ജയിലിൽ കിടന്നേനെ. അല്ല, ഏത് കുട്ടിയെ സഹായിച്ചത്? അത് ശ്രീകാന്തിൻ്റെ ഒരു ഫ്രണ്ടാ, കൂടുതലൊന്നും എനിക്കറിയില്ല. ഒരു ദിവസം ചെന്ന് ആ കുട്ടിയോട് നമുക്ക് നന്ദി പറയണം. കെട്ടവർ മാത്രമല്ല നല്ലവരും ഈ ഭൂമിയിലുണ്ടെന്ന് മനസ്സിലായില്ലേ? അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചു പറഞ്ഞു, എനിക്കത് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല. എൻ്റെ അച്ഛമ്മ വാങ്ങി തന്ന കാറാ അത്, എൻ്റെ എല്ലാം അത്. ഏതായാലും അത് ഇങ്ങനെയായി പോയില്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ട്. ഒരു കാറായിട്ട് അതിനെ ഞാൻ കണ്ടിട്ടില്ല, മനുഷ്യനെ പോലെയാണ് കണ്ടിട്ടുള്ളത്. എനിക്ക് ഭക്ഷണം തന്ന മനുഷ്യൻ, അതായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷേ എന്ത് ചെയ്യാനാ, കാറിൻ്റെ എല്ലാ ഭാഗവും തകരാറാക്കി വെച്ചിരിക്കുകയല്ലേ ആ ദുഷ്ടന്മാർ. വണ്ടിയുടെ പാർട്സൊക്കെ ഊരിയെടുത്ത് അവർ നശിപ്പിച്ചു, ചന്നും ഭിന്നുമാക്കി. അത് കാണുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ ശരീരം പിച്ച് ചീന്തിയ പോലെ എനിക്ക് തോന്നുന്നത്. ഇതാരാണ് ചെയ്തതെന്ന് അവരെ ഞാൻ വെറുതെ വിടില്ല. ഓട്ടം വിളിച്ച് കാറിനകത്ത് കഞ്ചാവ് കടത്തിയവരെ ഉണ്ടല്ലോ വെറുതെ വിടില്ല ഞാൻ. അല്ല, അത് ആരാ ചെയ്തതെന്ന് നിങ്ങൾക്കറിയുമോ? ഇല്ല, എനിക്കറിയില്ല. പക്ഷെ ഞാൻ കണ്ടെത്തിയിട്ട് കൊടുക്കും. ഇനി നാളെ മുതൽ അതിൻ്റെ പിറകെ ആയിരിക്കും ഞാൻ. അത് കണ്ടെത്തിയിട്ടേ എനിക്കിനി നേരെ ശ്വാസം പോകത്തുള്ളെന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മുടെ സച്ചി ഇങ്ങനെ കല്ലി വന്നിങ്ങനെ നോക്കിയിരിക്കുന്ന ആ ഒരു സീൻ കാണിച്ചാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. പിന്നെ നമ്മുടെ പുതിയ ചാനലിൻ്റെ ലിങ്ക് നമ്മൾ പോസ്റ്റ് ഇട്ടതിൻ്റെ പിക്ചറിൻ്റെ മേളിൽ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി നോക്കണം, നമ്മുടെ വ്ളോഗൊക്കെയാണ്. അപ്പോൾ എല്ലാവരും നോക്കുക, അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.